സംസ്ഥാനത്ത് നാളെയും ശക്തമായ മഴ തുടരും. ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും ഒപ്പം കോട്ടയം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾക്ക് വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് കോട്ടൂർ കടമാൻകുന്നിൽ 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. അർച്ചന രവീന്ദ്രന്റെ വിവരങ്ങളുമായി. അർച്ചന, ആലപ്പുഴ ആറാട്ടുവഴിയിൽ മതിലിടിഞ്ഞ് വീണ വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം കടപുഴകി വീണു. കനത്ത മഴ തുടരുമെന്നല്ലേ മുന്നറിയിപ്പ്? അതേ പേരിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പാണ് അറിയിക്കുന്നതും 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 6 ജില്ലകളും യെല്ലോ അലേർട്ടുമാണ്. ഈ യെല്ലോ അലേർട്ട് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. എന്തായാലും മഴ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉടനീളം കാണാൻ കഴിയുന്നത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കനത്ത മഴ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഉടനീളമായി മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആലപ്പുഴയിലും ആലപ്പുഴ ആറാട്ടുവഴിയിൽ ഒരു മതിലിടിഞ്ഞു വീണ ഒരു വിദ്യാർത്ഥി ദാരുണമായ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അതിദാരുണമായ അപകടം ഉണ്ടായത്. ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. രാവിലെ ഒരു യുവാവാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ഇപ്പോൾ മതിലിടിഞ്ഞ് വീണാണ്, അയൽവാസിയുടെ മതിലിടിഞ്ഞ് വീണാണ് ഒരു വിദ്യാർത്ഥിക്ക് ദാരുണമായ അന്ത്യമുണ്ടായിട്ടുള്ളത്. ശക്തമായ മഴ തുടരുമെന്നാണ് അർച്ചന റിപ്പോർട്ട് ചെയ്യുന്നത്.